എന്ത് വേണം? എനിക്കൊന്ന് കാണണം. എനിക്കാരെയും കാണണ്ട, പ്രത്യേകിച്ച് നിന്നെ. കണ്ടേ പറ്റൂ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണം ചന്ദ്ര. ഞാൻ പറയുന്നിടത്ത് നീ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ നീ ഉള്ളിടത്തേക്ക് ഞാൻ വരും. ഭീഷണിയാണോ? നിന്നെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇത് നിന്നെയും കൂടി ബാധിക്കുന്ന വിഷയം. ഞാൻ പറയാൻ പോകുന്നത് നീ കേട്ടേ പറ്റൂ. ഫോണിൽ പറഞ്ഞാൽ മതി. പോരാ, നേരിട്ട് കാണണം. ഉടനെ വേണം. കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. വരേണ്ട സ്ഥലവും സമയവും ഞാൻ മെസ്സേജ് ചെയ്യാം. അതനുസരിച്ച് വന്നാൽ മതി. എന്താ മോളെ? കാണണമെന്ന് അത്യാവശ്യമാണത്ര. എന്തിനാ അവള് നിന്നെ കാണുന്നത്? ഉപദ്രവിക്കാനായിരിക്കോ? അല്ല, കാണാൻ വരുന്നത് അവളാവുമ്പോ എന്ത് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. എന്തൊക്കെയോ വിവരങ്ങൾ അറിയിക്കാനുണ്ടെന്നാ അവളെന്നോട് പറഞ്ഞത്. അത് നുണയാവാനാ സാധ്യത. വേറെ എന്തോ ആണ് കാര്യം. അതെന്താണെന്ന് അറിയണമെങ്കിൽ പോയി കണ്ടേ പറ്റൂ. സൂക്ഷിക്കണേ, അവളാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ. പേടിച്ചോടുന്നത് ബുദ്ധിയല്ല. തന്നെയുമല്ല, രണ്ടും കൽപ്പിച്ച മട്ടിൽ അവൾ എന്നോട് മിണ്ടിയത്. ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരും. അതെനിക്ക് നാണക്കേടാ. ഒരു കാര്യം ചെയ്താലോ? അച്ഛനോടും അമൃതേട്ടനോടും ചോദിച്ചാലോ? അവരെന്ത് പറയുന്നു നോക്കാം. എന്നിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. അത് മതിയല്ലേ? അതാ നല്ലത്. ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ടൊടുവിലേ വല്ലത് സംഭവിച്ചാ എന്തുകൊണ്ടത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കാൻ ആർക്കും ഒരു അവസരവും കൊടുക്കരുതല്ലോ. അതിനു മുമ്പ് പറയുന്നതല്ലേ നല്ലത്. ശരി, ചേച്ചിയമ്മയുടെ അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അച്ഛാ, അച്ഛാ, അച്ഛാ. പാർവതി, അമ്മ ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. പാർവതി നിക്കേ, നീ പോവാണോ? അവിടെ വെക്ക്. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത് ഒരുപാട് ആലോചിച്ചമ്മേ. അപ്പൊ കിട്ടിയ തീരുമാനം ഇത്. ഇനി അതില് ഒരു മാറ്റവും ഇല്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാ. നാളെ തീരുമാനം മാറ്റി പറയരുത്. ഇല്ല. അവസാനം എന്നെ കൊതിപ്പിച്ച് തീരുമാനം മാറ്റി പറയല്ലേ. എന്ത് വർത്തമാനാടാ നീ പറയുന്നേ? ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തിയല്ലേ വേണ്ടത്? സാധ്യമല്ലമ്മേ. അടുത്തതേ ഇവക്ക് മാത്രമല്ല, എനിക്കും കൂടാ. എന്നെ അനുസരിച്ച് ഒരു അടിമയെ പോലെ കഴിയുന്ന ഒരു ഭാര്യ എനിക്ക് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ ഭരിക്കുന്ന ഒരാളെ സഹിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്നാ വണ്ടിക്കൂലി കാശ്. ഇനി ഇതില്ലെന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. പിടിയടി. മനോഹര, അമ്മയൊന്നും മിണ്ടായിരിക്കും. പരസ്പരം ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നാലേ പിരിയുന്നതാ നല്ലത്. എന്നാടി നോക്കി നിൽക്കുന്നേ? ഇറങ്ങുന്നില്ലേ? ഞാൻ പോയാ നിങ്ങൾ അനുഭവിക്കും. അതൊക്കെ നിന്റെ തോന്നല് മാത്രം. ഇപ്പൊ ജീവിക്കുന്നതിനേക്കാൾ നല്ല അന്തസ്സായിട്ട് ഞങ്ങളിവിടെ ജീവിക്കും. കാണാനൊന്നുമില്ല. നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഇങ്ങോട്ട് വരുമ്പോ എന്താണോ എന്റെ കയ്യിലുണ്ടായിരുന്നത് അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് മാത്രമേ എടുക്കാവൂ. നീ വർത്തമാനം പറഞ്ഞ് സമയം കളയാതെ ബസിന്റെ വഴിക്ക് പോകും. നീ ഇറങ്ങാൻ നോക്കും. അമ്മ വിട്ടേ. എനിക്ക് പോവാൻ അറിയാം. എന്നാ പോടി. പിന്നെയും ഓരോന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്തിനാ? പോകാൻ തന്നെയാ പോകുന്നത്. അതിലൊരു മാറ്റവും ഇല്ല. പോടി. അമ്മ വിടമ്മേ. അമ്മ നിക്ക്, ഞാനൊന്ന് പറയുന്ന കേക്ക്. വേണ്ട, ആരും ഒന്നും പറയണ്ട. ഇവിടെ എങ്ങാനും തടഞ്ഞ തുമ്മിയെ തെറിക്കുന്ന മൂക്കാണെങ്കിലേ അങ്ങ് തെറിച്ചു പോട്ടെ. ഓട്ട പുലെന്ന് വിചാരിക്കും ഞാൻ. കേട്ടല്ലോ, ഇങ്ങനൊരു മനുഷ്യന്റെ കൂടെ എങ്ങനെ ജീവിക്കും ഞാൻ? ഞാൻ പോവാ. കാണാ എപ്പോഴെങ്കിലും. അയ്യോ പാർവതി, പോവല്ലേ. പാർവതി പോവല്ലേ. വേണ്ട മോളെ. കേൾക്കാം.
അമ്മേ 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 പറയുന്ന കേക്കമ്മേ എന്താ അമ്മ ഇത് അമ്മ ഞാൻ പറയുന്നത് കേക്ക് അമ്മ വന്നേ അച്ഛാ അമ്മേ വാ അമ്മേ പ്ലീസ് മോളെ തടയാൻ നിൽക്കണ്ട. അച്ഛാ പോകുന്നോള് പോട്ടെ. അങ്ങനെ ചിന്തിക്കരുത് അച്ഛാ. ഇത്രയും കാലം ഈ വീടിനും ഇവിടെ ഉള്ളവർക്കും വേണ്ടി കഷ്ടപ്പെട്ട് ആയുസ് ഹോമിച്ചവളാ അമ്മ. ആ അമ്മ എന്തിന്റെ പേരിലായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നല്ലതല്ല അച്ഛാ. ആളുകൾ എന്ത് പറയുന്ന അച്ഛൻ എന്താ ചിന്തിക്കാത്തെ? ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയല്ല അച്ഛാ. സ്വന്തം ഭാര്യയെ അവസാന കാലത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവനാണ് അച്ഛനെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയ അത് കേൾക്കാനുള്ള മനസ്സെനിക്കില്ല. അച്ഛൻ എന്താന്ന് എനിക്കറിയാം, അമ്മയുടെ മനസ്സും എനിക്കറിയാം. അമ്മയോട് കയറി പോകാൻ പറയാച്ചാ. വേണ്ട മോളെ, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. വേണം അച്ഛാ, എനിക്ക് വേണം, ഈ വീടിന് വേണം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാ, അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം അച്ഛാ. നമ്മൾ സംരക്ഷിക്കണേ ഇവരെ, അതായിരിക്കണം ഈ വീടിന്റെ പാരമ്പര്യം. അമ്മ വാ, അകത്ത് പോ. തിരിച്ചു വരാനല്ല ബാഗ് എടുത്ത് ഞാൻ ഇറങ്ങിയത്. അമ്മയുടെ എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാം അമ്മേ. നീയാണ് എന്റെ പ്രശ്നം. നീ ഈ വീട്ടിൽ നിന്ന് പോണം. തൃപ്തിയായല്ലോ. സഹായിക്കാൻ ചെന്നപ്പോ മോക്ക് വേണ്ടത് കിട്ടിയല്ലോ. എന്തിനാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ ഐശ്വര്യക്കേടാ. നീ എവിടെ നിൽക്കുന്നോ അവിടെ മുടിയും. നീ ഇറങ്ങാന്ന് സമ്മതിക്ക്, ഞാൻ തിരിച്ചു കയറാം. വേണ്ട മോളെ, നീ ഇറങ്ങിയിട്ടേ എനിക്കൊന്നും നേടണ്ട. പോകുന്നോള് പോട്ടെ, നമുക്ക് നമ്മൾ മാത്രം മതി. എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പാർവതി പറഞ്ഞതിന് നീ എന്താടി മറുപടി പറയാത്തത്? അമ്മേ എന്ത് വില കൊടുത്തും തിരിച്ചു കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. ആ വാക്ക് പാലിക്കണമെങ്കിൽ അമ്മ പറഞ്ഞ അനുസരിക്കേണ്ടി വരും. അല്ലാതെ ഞാൻ തിരിച്ചു കയറുന്ന പ്രശ്നമില്ല. ശരി അമ്മ, അമ്മ അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം.